പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നു ചെന്താമരയ്ക്ക്. പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. വധശിക്ഷ വിധിച്ച പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെന്നത്ത് ജോർജ് ഉത്തരവായിരിക്കുന്നു എന്നതാണ്. 20 ലക്ഷം പിഴയടയ്ക്കാനുമുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. 2019 സജിതയുടെ കൊലപാതകം, അതിൽ 5 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇരട്ടക്കൊലപാതകം. സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം, അതും പട്ടാപ്പകൽ വീടിൽ അതിക്രമിച്ചു കയറി വീടിന് തൊട്ടു മുന്നിൽ വെച്ച സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. സുധാകരൻ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് നിലവിളിച്ചു ഓടി വന്ന വയോധികയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. സുധാകരൻ തത്സമയം മരിക്കുന്നു. ലക്ഷ്മി ആശുപത്രിയിലേക്കുള്ള വഴിയിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. ശ്യാം, ഈ കേരളം കണ്ട ഏറ്റവും ഇത്രയുമേൽ ഗുരുതരമായ ഒരു കൊലപാതക കേസിൽ പ്രതിയായ ഒരു കുടുംബത്തിന് തീരാ ദുഃഖം വരുത്തിവെച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങി ജാമ്യോപാധികൾ ലംഘിച്ച നിയമത്തെ വെല്ലുവിളിച്ച് ആ പെൺകുട്ടികൾക്ക് ആകെ ആശ്രയമായി ബാക്കിയുണ്ടായിരുന്ന അച്ഛനെയും മുത്തശ്ശിയെയും കൊല ചെയ്യപ്പെടുന്ന ദുരൂഹമായ ദാരുണമായ കൊലപാതകം, നീതിരഹിതമായ കൊലപാതകം, ഒരു മനുഷ്യനും നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരത, അതിന് നിയമം ശിക്ഷ വിധിച്ചിരിക്കുന്നു. കൊലപാതക കുറ്റത്തിനാണ് വധശിക്ഷ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചെന്താമരയ്ക്ക് തൂക്കുകയർ നൽകുന്നു, നരാധമന് തൂക്കുകയർ നൽകുന്നു. നരാധമന് തൂക്കുകയർ നൽകാൻ ചെന്താമരയ്ക്ക് തൂക്കുകയർ നൽകുന്നത് BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 103(1) വകുപ്പനുസരിച്ച് കൊലപാതക കുറ്റത്തിനാണ്, ഇരട്ട കൊലപാതക കുറ്റത്തിനാണ് വധശിക്ഷ നൽകുന്നത്. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകുകയാണ് കോടതി, പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി നൽകുന്നത്. അങ്ങനെ അതായത് ഇനി മറ്റ് വകുപ്പുകളിൽ കൂടി ശിക്ഷ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടി കോടതി പ്രഖ്യാപിക്കുകയാണ്. ആ ശിക്ഷയിൽ അതായത് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇനി പ്രാവർത്തികമാവുക എന്നതാണ്. പക്ഷേ അത് ഇനി ഈ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ശിക്ഷാവിധി ശരിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ശിക്ഷാവിധി വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ഈ പ്രതിഭാഗവും അപ്പീൽ നൽകും, ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഈ കേസിൽ ചെന്താമരയ്ക്ക് നൽകിയ വധശിക്ഷ ശരിവെക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഈ ചെന്താമര നൽകുന്ന 20 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയാണ് ചെന്താമരയ്ക്ക് പിഴയായി വിധിച്ചിട്ടുള്ളത്. ആ 20 ലക്ഷം രൂപ സുധാകരന്റെ 2 പെൺമക്കൾക്ക് നൽകണം. ചെന്താമരയ്ക്ക് ഈ തുക നൽകാൻ സാധിച്ചില്ലെങ്കിൽ ആ തുക സർക്കാർ നൽകണം എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നു. അത് എത്രയും വേഗം ആ തുക നൽകണം എന്നത് തന്നെയാണ് ആ നീതി നടപ്പാവാനുള്ള ഏറ്റവും സാധ്യമായ കാര്യം. സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നുവെങ്കിൽ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുകയാണ്. വധശിക്ഷ എന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് നിരീക്ഷിച്ചാണ് ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുന്നത്. ശിക്ഷ വിധിച്ചത് ജഡ്ജി കെന്നത്ത് ജോർജ്. ശിക്ഷ വിധിച്ച കോടതി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 2025 ജനുവരി മാസം 27 പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് നടക്കുന്നത്. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് പട്ടാപ്പകൽ ഈ നരാധമനായ കൊടും കുറ്റവാളിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 2025 ജനുവരി മാസം 27 ഈ നാടിനെ നടുക്കിയ, കേരളം നടുങ്ങിയ ഈ കൊലപാതകം അരങ്ങേറിയത്. പ്രതിയുടെ കുടുംബം തകരാൻ കാരണം സുധാകരന്റെ കുടുംബമാണ് എന്നായിരുന്നു ചെന്താമരയുടെ ഈ കൊടും കുറ്റവാളിയുടെ സംശയം. അതിനെ തുടർന്നാണ് 3 കൊലപാതകങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ മാധു, നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ആദ്യ കേസിൽ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മറ്റ് 2 ജീവനുകൾ കൂടി നഷ്ടപ്പെടുന്നതാണ്. അത് സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്നത് നേരത്തെ തന്നെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തമായിരുന്നുവെങ്കിൽ, ഇരട്ട ജീവപര്യന്തമായിരുന്നുവെങ്കിൽ ഈ കേസിൽ വധശിക്ഷ തന്നെ നൽകുന്നു. അതായത് ജീവപര്യന്തം നൽകിയാൽ കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് കോടതി, പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകുന്നത്, വധശിക്ഷ തന്നെ നൽകുന്നത്.